നമ്മുടെ നായകനാണെങ്കിൽ അമ്മച്ചനും കൂടി നമ്മുടെ നായക ഡെന്റൽ ഹോസ്പിറ്റലോട്ട് വരികയാണ് കേട്ടോ. എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ അമ്മക്ക് ഭയങ്കര പല്ലുവേദന, ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റണില്ല. അമ്മ അതേ പല്ല് കണ്ടില്ലേ, പല്ല് നമ്മ മാറ്റി വെക്കേണ്ടി വരും, അല്ലാണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം നല്ല വേദന ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ നായികയാണെങ്കിൽ അമ്മനോട് പറയുകയാണ് കേട്ടോ. അപ്പൊ അമ്മ പറയുകയാണ് എത്ര രൂപ വരും അതിന്, ഇപ്പം ഇത്ര രൂപ വരും, അയ്യോ അത്രയും പൈസ അങ്ങനെ വരും, എല്ലാവരും അയ്യോ ഭയങ്കര അത്രയും പൈസ എൻ്റെ വിഷമിച്ചിരിക്കുകയാണ് ട്ടോ. കയ്യിലില്ല, അങ്ങനെ ഞാൻ പഴയ പിന്നെ ആവട്ടെ മ്യൂസിക് പിന്നെ ആയിട്ട് മ്യൂസിക് വരാമെന്നൊക്കെ പറയുകയാണ് പാടുന്നൊരുത്തനാണെങ്കിൽ നമ്മുടെ അവൻ അവൻ്റെ പഴയ അമ്മൂമ്മ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പൊ ഓർത്തു നായിക കൊണ്ടിരിക്കുകയാണ്. പറയുകയാണ് പിന്നെ ഇത് എല്ലാവരും ഇത്രയും വളരെയധികം പൈസയൊക്കെ വരും, വിഷമിച്ചുകൊണ്ട് അതാണ് നമ്മുടെ കാരണം നായകനാണെങ്കിൽ ഇത് പഴയൊരു നമ്മളിപ്പോൾ ഫോട്ടോ ഓപ്പൺ എടുത്ത് ചെയ്ത് മാറ്റി വെക്കുന്നതല്ലേ, നോക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അല്ലേ എൻ്റെ കയ്യിൽ ഇതേ ഇപ്പം ഇത്രയും സമയത്ത് പൈസ നമ്മുടെ ഒന്നും ഇല്ല, ഞാനിപ്പോൾ നായികയാണെങ്കിൽ എന്ത് പുതിയ ചെയ്യാനാ, ഹോസ്പിറ്റലൊക്കെ വേറൊരു ഇട്ട് വഴിയുമില്ല ക്ലിനിക്കൊക്കെ അല്ലേ. ഇട്ട് അവൾ അപ്പൊ വളരെയധികം നമ്മുടെ ഹാപ്പി നായിക ആയിട്ട് പുറത്തോട്ട് പറയുകയാണ് ഇങ്ങനെ നോക്കുകയാണ് ട്ടോ. വേറെ ഇതേ വഴിയൊന്നുമില്ല, സമയത്താണെങ്കിൽ കാരണം പുറത്ത് ഇത് എന്തൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. മാറ്റാണ്ട് ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് എവിടെ പോയാലും ഇത്രയും പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ അമ്മൂമ്മക്ക് ഭയങ്കര വിഷമം വരികയാണ് കേട്ടോ. നമ്മുടെ നായകനാണെങ്കിൽ ഇവളുടെ ഇങ്ങനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവനക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും അവന് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അമ്മ പറയുകയാണ് മോളെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ എപ്പോഴും ഒന്ന് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നടന്നോട്ടെ എന്ന് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നായകൻ വിചാരിക്കുകയാണ് ഇവൾ ഒരു പ്രാവശ്യം പോലും ചെയ്തോളാൻ വേണ്ടി പറഞ്ഞില്ല. അങ്ങനെ അമ്മുമ്മ എന്നെ വിടി, ഞാൻ പോണെന്ന് പറഞ്ഞു അവിടെ പോവുകയാണ്. അപ്പൊ നായകൻ ചോദിക്കുന്നു നിനക്ക് കുറച്ച് മര്യാദ സംസാരിച്ചാൽ പോരെ, നീ എത്ര പൈസ എന്നൊക്കെ പറഞ്ഞത്, ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞോളൂ, ഇതിന് ഇത്രയും പൈസ വരും, എനിക്കാർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നായകൻ ചോദിക്കുന്നുണ്ട് എടിയെ നിന്നെക്കാളും പ്രായമുള്ള ഒരാളല്ലേ, അപ്പോൾ കുറച്ച് മാന്യമായിട്ട് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ, അല്ല ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയാ, എനിക്ക് അത്രയധികം അത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഓക്കെ ഓക്കെ നീ ആയിക്കോട്ടെ, നീ നിന്റെ ജോലി ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ മറ്റുള്ളവരോടും കുറച്ച് കാര്യം കാണിക്കുക വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകനാണ് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ നായകന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അമ്മൂമ്മയുടെ പറയുകയാണ് അമ്മൂമ്മക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, പക്ഷേ ഇത് ശരിയാക്കിയാലേ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, വേണ്ട വേണ്ട ഞാൻ ഇപ്പം എന്തായാലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. ആ വീണ്ടും നിർബന്ധിക്കാൻ മുഖത്തോട്ട് വെള്ളം കുരു വെച്ചിട്ട് പറയുകയാണ് നിന്റെ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ വേണ്ടി നീ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. ഇതേ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ അവളോട് അത് നായികയുടെ ഫ്രണ്ടിനോട് പറയുക ഇങ്ങനെയൊക്കെ നടന്ന സംഭവം, അവൻ വന്ന് എൻ്റെ ഇങ്ങനെ ഷൗട്ടൊക്കെ ചെയ്ത്, ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞോളൂ, ഞാൻ വേറെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇതേ സമയത്ത് നമ്മുടെ നായകൻ്റെ അടുത്തോട് നായിക ചെല്ലുകയാണ്. അപ്പം നായകൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ അമ്മമ്മക്ക് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാം, സർവീസ് ചാർജ് മാത്രം ഞാൻ ഒഴിച്ചിട്ട് അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ സാധനം മാത്രമാണ് എടുക്കുന്നുള്ളൂ, നീ ഇത് അവിടെ കണ്ടോ, അവിടെ ആണെങ്കിൽ മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരാണ്, ആ അമ്മമ്മക്ക് മീൻ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷെ ഇപ്പോൾ പല്ലിങ്ങനെ ആയതുകൊണ്ട് മീൻ കഴിക്കാൻ പോലും പറ്റുന്നില്ല, അപ്പോൾ നമ്മളല്ലേ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അവർക്ക് വേറെ ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളും കൂടി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ആര് സഹായിക്കാനാ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എക്യുപ്മെൻറ്റിൻ്റെ പൈസ മാത്രം എൻ്റെ സർവീസിനെ ഒഴിവാക്കി തരാം, പക്ഷേ ഇത് വേറെ ആരോടും പറയരുത്, ഞാൻ ആ അമ്മൂമ്മയുടെ മോനെ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെയാണ് അമ്മൂമ്മക്ക് വയ്യ, പല്ലൊക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ആ മോൻ പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഒന്നും ഇതിനുള്ള നിവർത്തിയൊന്നും ഇല്ല എന്ന് പറയുകയാണ്, കാരണം ആ അമ്മൂമ്മ നല്ല രീതിക്കാണ് ആ മക്കളെ എല്ലാം വളർത്തിയത്, പക്ഷേ വയസ്സാം കാലത്ത് ആ അമ്മൂമ്മയെ സഹായിക്കാൻ ആരുമില്ല. ഓ ശരിയാണോ, നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞല്ലോ എന്നോട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായാലും ചെയ്തു തരും, അല്ലാണ്ട് ഞാൻ അത്ര ക്രൂരനൊന്നുമല്ല എന്ന് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ പറയുകയാണ് നിനക്ക് നല്ലൊരു മനസ്സുണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ചു നീ ആദ്യം ഒരു മൂശേട്ടക്കാരിയാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വീണ്ടും നമ്മുടെ നായിക പോയി കഴിയുമ്പോൾ നമ്മുടെ നായകൻ ഫോൺ വിളിച്ച കാര്യം ആലോചിക്കുകയാണ്. അപ്പോഴും അവർക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ ഇവളാണ് നേരെ പല്ലൊക്കെ തേച്ച് ഇവൾ പഴയ കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, അതായത് പഴയ ഇവൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ, എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പുതിയ പുതിയ എപ്പിസോഡ്സ് നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും അധികം ചെയ്യാത്തത്. അങ്ങനെ കഥയിലോട്ട് പോവാം. അങ്ങനെ നായകൻ അതിങ്ങനെ ഓർക്കുകയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അതായത് ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും എല്ലാ കാര്യവും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നായകൻ അതായത് മുന്നേ നടന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് അവൻ ഓരോ കാര്യം സ്വന്തം ഇരുന്ന് പറയുകയാണ്. അങ്ങനെ അമ്മൂമ്മയുടെ മകൻ വിളിക്കണം അമ്മ എനിക്കിപ്പോൾ കുറച്ച് ടൈറ്റാണ്, ആ മോന് കുഴപ്പമൊന്നുമില്ല, ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ നായകനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ അമ്മൂമ്മേനെ കൊണ്ട് അതായത് മോൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് മോൻ തന്നെ വിളിച്ച് പറയുകയാണ്. കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല, ഞാൻ പിന്നെ എപ്പോഴും ചെയ്തോളാം, മോൻ ഹാപ്പി അല്ലേ, മോൻ സുഖമായിട്ടിരുന്നാൽ മതി, അത് മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ടാന്ന്. അമ്മ എന്ന സ്നേഹത്തെ നമുക്ക് ഒരിക്കലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ നായകനെ വിളിച്ച് പറയുന്നതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്താൽ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, കഴിക്കാനൊന്നും പറ്റില്ല, കഴിക്കാൻ എത്ര നാളെങ്ങനെ ജീവിക്കുമെന്നൊക്കെ നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ അമ്മ അടുത്ത് പറയും, അമ്മ പറയാണ് കുഴപ്പമൊന്നുമില്ല മോനെ, ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുക. കാരണം ആ അമ്മക്ക് ശരിക്കും വിഷമമുണ്ട്. കാരണം മക്കൾ ആരും അമ്മനെ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം വയസ്സാങ്കാലത്ത് മക്കളൊപ്പം നിൽക്കാനാണ് എല്ലാ അമ്മകൾക്കും ആഗ്രഹം. പക്ഷെ അവരാണെങ്കിൽ അമ്മനെ നോക്കുന്നത് പോലുമില്ല. അപ്പൊ പറയണ എനിക്ക് ഇപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പിന്നെ എപ്പോഴും ചെയ്തോളാം, എന്റെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോൾ ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ട്ടോ നമ്മുടെ അമ്മ. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കണം. നാളെ ഇതിലും സൂപ്പർ എപ്പിസോഡ് പറയാൻ ടാറ്റോ.